ഉൽപ്പന്ന നിർമ്മാണ കമ്പനികളുടെ ഇരട്ടത്താപ്പ്, പുതിയ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് കേരള കൺസ്യൂമർ പ്രൊഡക്ട്സ് ഡീലേഴ്സ് ഫോറം. കൊച്ചി. ഉൽപ്പന്ന നിർമ്മാണ കമ്പനികൾ കച്ചവടത്തിലെ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കാതെ അവരുടെ പുതിയ ഉൽപ്പന്നങ്ങൾ സംസ്ഥാന വിപണിയിൽ വിപണനം നടത്തില്ലെന്ന് കേരള കൺസ്യൂമർ പ്രൊഡക്ട്സ് ഡീലേഴ്സ് ഫോറം KCDF ഭാരവാഹികൾ കൊച്ചിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. വ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും സമാന സ്വഭാവമുള്ള സംഘടനകളായ ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ, ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷൻ, സൂപ്പർ മാർക്കറ്റ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള, ബേക്കേഴ്സ് അസോസിയേഷൻ കേരള എന്നിവർ സംയുക്തമായി രൂപീകരിച്ച പൊതുവേദിയാണ് കേരള കൺസ്യൂമർ പ്രൊഡക്ട്സ് ഡീലേഴ്സ് ഫോറം. ഉൽപ്പന്ന നിർമ്മാണ കമ്പനികൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിതരണം നിർവഹിക്കുന്ന പരമ്പരാഗത കച്ചവടക്കാർക്ക് നിലവിൽ 5% മുതൽ 7% വരെ കമ്മീഷൻ നൽകുമ്പോൾ ഓൺലൈൻ കമ്പനികൾക്കും മോഡേൺ ട്രേഡുകൾ എന്നവകാശപ്പെടുന്ന കുത്തകകൾക്ക് 35% കമ്മീഷൻ നൽകി വരുന്നു. എല്ലാ ഉപഭോക്താക്കൾക്കും മോഡേൺ ട്രേഡുകളിൽ എത്തപ്പെടാൻ കഴിയാറില്ല. സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് അമിത നിരക്കിൽ സാധനം വാങ്ങേണ്ടി വരികയും എന്നാൽ ഒരു വിഭാഗം ഉപഭോക്താക്കൾക്ക് കൂടുതൽ ലാഭം അനുഭവിച്ചുകൊണ്ട് ഇത്തരം മോഡേൺ ട്രേഡുകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനും കഴിയുന്നു. ഇതിലൂടെ ഉപഭോക്താക്കളെ വിഭജിച്ച് സമൂഹത്തിൽ 2 തരം പൗരന്മാരെ സൃഷ്ടിക്കുന്നുവെന്നും പൊതുസമൂഹത്തിന്റെ ഇടയിൽ പരമ്പരാഗത കച്ചവടക്കാർ കൂടുതൽ ലാഭമെടുക്കുന്നവരാണെന്ന ധാരണയ്ക്കും ഇടവരുത്തുന്നു. ഇനി മുതൽ മൊത്ത വിതരണക്കാർക്ക് 10%വും റീറ്റെയിൽ വ്യാപാരികൾക്ക് 15%വും കമ്മീഷൻ നൽകാത്ത കമ്പനികളുടെ പുതിയ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തില്ലെന്നതാണ് KCDFന്റെ തീരുമാനമെന്ന് സംസ്ഥാന ചെയർമാൻ മുജീബുൽ റഹ്മാൻ പറഞ്ഞു. ചില ലോബികൾ GST ബില്ലിന്റെയും നിത്യോപയോഗ സാധനങ്ങളുടെയും മറവിൽ ലഹരി വസ്തുക്കളും മയക്കുമരുന്നുകളും കടത്തുന്നു. ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾക്കൊപ്പം കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾ പകുതി വിലയ്ക്ക് സംസ്ഥാന വിപണിയിൽ വിൽപ്പന നടത്തുന്നതും പരമ്പരാഗത കച്ചവടക്കാരെ ബാധിക്കുന്നു. ഇത് തടയുന്നതിനായി എല്ലാ ചെക്ക് പോസ്റ്റുകളിലും GST, എക്സൈസ് വകുപ്പുകൾ സംയുക്തമായി പരിശോധന ശക്തമാക്കണമെന്നും ഫോറം ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ കൺവീനർമാരായ ജോർഫിൻ പെട്ട, AN മോഹൻ, കിരൺ S പാലക്കൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.